ഞങ്ങളുടെ ഈ അടുത്തൊരു അഭിമുഖത്തിലുണ്ടായിരുന്നു മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല, കാരണം എല്ലാം ജോണലിസ്റ്റിക് ആയ സിനിമകളാണ്, ഫോർമുലയുള്ള സിനിമകളാണ്. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ തിയേറ്റർ റണ്ണോ അല്ലെങ്കിൽ ആളുകളുടെ സ്വീകാര്യതയോ അങ്ങനെ മനസ്സിലാക്കുന്നത്. അതൊന്നുകൂടി അലോക്കേറ്റ് സംസാരിക്കുക. എന്താ ഇത് ഇപ്പോൾ ഈ 86-87 കാലഘട്ടം പോലെ സുവർണ്ണകാലം അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹൈ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്തിന് റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സക്സസ് ഫെയിലിയർ തന്നെ ക്വാളിറ്റി വ്യത്യാസം, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റീനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകൾ. അപ്പോൾ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെ മെയിൻ സ്ട്രീം സിനിമകൾ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസസിനും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും രീതി അല്ലെ, ബാന സ്റ്റുഡിയോസ്, പ്രവാ പിക്ചേഴ്സ് അല്ലെങ്കിൽ എല്ലാം മമ്മൂട്ടി കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾക്ക്. നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒരു അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോ ജനകാരിയുടെ കേസ് പറഞ്ഞ പോലെ ജനകാരി നമ്മുടെ സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇന്ന് റിലീസായെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അത് എത്തിയിട്ടില്ല ആ സിനിമ ആൾക്കാരിലേക്കൊന്നും. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി, ബിക്കോസ് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് ഉണ്ട്. അതൊക്കെ വ്യത്യാസമുണ്ട്. തിയേറ്റർ കൊള്ളിയണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അതൊരു പീരീഡ് ഓഫ് ഒരു സമയം അല്ലെങ്കിൽ ഒരു എറോന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ 80s എന്നല്ലേ നമ്മൾ പറയണം അല്ലേ. ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല. ഇതൊരു 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂമാണ്. അപ്പം ഇനിയിപ്പം ഫോളോയിങ് മന്ത്സ് പക്ഷെ നടുക്കത്ത് ഇറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് പടം കയറി കൊടുത്തി. പക്ഷെ അന്ന് അതുപോലെ തന്നെ പടങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പടം ഇറങ്ങി കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മുടെ തൂവാനത്തിപ്പോഴൊന്നും വലിയ ബ്ലോക്ക് അല്ല. കുറച്ചൊരു സ്പേസ് കൊടുത്ത പടത്തിന് ആള് വരാനുള്ള ഒരു ടൈം തിയേറ്ററുകാരും കൊടുക്കണം. അപ്പോഴേക്കും മറ്റേ മിനിമം കളക്ഷൻ ഹോൾഡ് ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് അവരും അപ്പൊ അടുത്ത പടത്തിലേക്ക് കയറ്റുകയാണ്. കാരണം മിനിമം ഗ്യാരണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പെർസെന്റേജ് ആയില്ല അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പറഞ്ഞിട്ട് ഒരു മാറ്റമാണ്. അപ്പൊ അത് എല്ലാ ഭാഗത്തും സംഭവം ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾ നല്ല അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ആൾക്കാരത് വിഷ്ണു പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10 പേര് കയറും. ആ 10 പിന്നെ 100 ആക്കുന്നു. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് അങ്ങനെ എല്ലാം കൂടി ഇരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മഞ്ഞിന്റെ വോയിസും ആവേശവും അതുപോലെ തന്നെ വലിയ താരമുള്ള സിനിമകളല്ലാതെ ഇപ്പൊ ഏറ്റവും 5 കള്ളം നോക്കാനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചൊക്കെ തിയേറ്റർ ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിയിരുന്നു. ചിലപ്പോൾ ഒരു ചെമ്മഞ്ചേട്ടന്റെ പടം തന്നെ ലുക്ക് അഭിനയിച്ചു ആ പടം നന്നായിട്ട്. അതുപോലെ തന്നെ ഒരു 8-10 പടം നന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും. ബാക്കിയുള്ളതൊക്കെ ഹൈ റേഞ്ച് സിനിമകളാണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ബഡ്ജറ്റ് കൂടുതലാണ്. പ്രേമൊരു നെസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ അത് ഉണ്ട്. ഇപ്പൊ വേർഡ് ഓഫ് മൗത്ത് ഒരു സിനിമ കയറി വരുമ്പോഴേക്കും വേർഡ് ഓഫ് മൗത്ത് ഒരു സിനിമ ഇന്നിപ്പോ അതിനെ പറ്റി നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ കുറച്ച് പേര് അതിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു 5-6 റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതുകൊണ്ട് അതിനോടൊപ്പം കൽക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പൊ ഈ വീക്ക് വേർഡ് ഓഫ് മൗത്തോട്ട് കയറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെന്ന കാര്യമില്ല. അപ്പൊ റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് സമയത്ത് അതിനെ ഫോളോ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്. തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്ത് തരുന്നു. അപ്പം ഇന്നിപ്പോ ദഹനജരി ഇറങ്ങിയ അഭിപ്രായമുണ്ട്. പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് വരുമ്പോൾ എന്റെ സിനിമ അല്ലെങ്കിൽ അതിനെക്കാട്ട് സിനിമ വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ കുറവ് കൊടുക്കും. അതെ എനിക്കറിയാം. ഈ അഭിനയിക്കുന്ന സിനിമകളൊന്നും ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2027-ലോ 27-ലൊക്കെ എത്തും. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനെ സംവിധാനം ചെയ്യാൻ വേണ്ടിയിരിക്കുക. അടുത്ത വർഷം അവസാനം നായകൻ ഒരാളുണ്ട് മനസ്സിലുണ്ട്. അപ്പൊ അത് ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഈ
പ്രിയദർശന ഡയറക്ടറായിട്ട് വലിയൊരു അസോസിയേഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം അത് കാണുമ്പോൾ പ്രിയദർശനെയും ലാൽ സാറിനെയും അതൊക്കെ ഓർമ്മ വന്നത് അവിടെ അങ്ങനെയായിട്ട്. അപ്പം പ്രിയദർശൻ സാർ ഈ സിനിമ കണ്ടതായിട്ട് അതുണ്ടോ, എന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം പറ്റി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കണ്ടു എന്ന് എനിക്കറിയാം, ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല. കണ്ടു എന്നറിയാം. കല്യാണി സിനിമയിലുണ്ടല്ലോ. പിന്നെ ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ ഭംഗിയായി പോകുന്നതായിട്ട് എനിക്കറിയാം. ശ്രീനിവാസൻ സാറും ലാൽ സാറും പ്രിയ സാറും അവർ തമ്മിലൊരു റാപ്പോ എപ്പോഴും ഉണ്ട്. എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്കറിയാം. ഈ സിനിമയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞില്ല. അറിവുണ്ട്, നന്നായിട്ടറിയാം. ഇപ്പം അതല്ലല്ലോ. ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിൽ ഇനി ഒരു മോഹൻലാൽ സിനിമ ഇല്ലേ? അത് അവര് തമ്മിലൊന്ന് സംസാരിച്ചായിരുന്നു. ചിലപ്പോ ഇങ്ങനെയൊക്കെ നല്ല അറിയുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പുമായിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇപ്പൊ ഞാൻ അവർ തമ്മിൽ സംസാരിക്കുന്നത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ വന്നിട്ടുണ്ടോ അച്ഛന്മാര് തമ്മിലുള്ള? അല്ല, അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ മലയാള സിനിമ ഇവര് തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെറുത്? ഇല്ല, യാതൊരു ഐഡിയ പോലും അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചത്. എല്ലാ ആർട്ടിസ്റ്റും ജാൻജേനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കണമെന്ന് ആഗ്രഹമാണ്. ഇന്റർവ്യൂ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജാൻജേനോട് ആക്ടറിനേക്കാൾ ഒരു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് ഒരു സ്റ്റാർ എന്ന ലെവലിലോട്ട് നിൽക്കുന്നവരുണ്ട്. ഇന്റർവ്യൂവിൽ മാത്രം ഒതുക്കി നിന്നാൽ മതി എന്നാണോ? അപ്പൊ ജാൻജേന്റെ വാല്യൂ ഉണ്ട്. അത്ര എനിക്ക് ഇന്റർവ്യൂ ജാൻജേനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓൺ ആവും, അല്ലെങ്കിൽ അത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള ലെവലിലോട്ടാണ് നിൽക്കുന്നത് ജാൻജേൻ. കണ്ടന്റ് തീരാറായതാണ്. നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമ്മളൊക്കെ നോക്കുള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ, ക്രിയേറ്റേഴ്സ്. അപ്പം ഇതിന് സിനിമയാണല്ലോ അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. അപ്പൊ സിനിമകളിലോ സൈഫൈ സഞ്ചരിക്കൽ ഫിലിമാണ്. അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. അത് നമ്മുടെ ചന്തു, നമ്മുടെ സുഹൃത്താണ്. തിര, തട്ടത്തിൻമറയത്ത്, തട്ടത്തിൻമറയത്തിന്റെ ഒക്കെ സ്റ്റിൽസും ഡിസൈൻ, ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്തുവാണ്. ചന്തു നമ്മുടെ ഏറ്റവും അടുത്ത അവന്റെ സായനവാർത്തകൾ എന്ന സിനിമയിൽ ഞാൻ ഗോകുലിനോട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇന്ന് ഇറങ്ങി. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വേറിട്ട സിനിമയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തന്നെ വിടാം. ആണോ ചെയ്തത്? ഓക്കെ. അതൊന്ന് ഇതാക്കി നല്ല സിനിമയാണെങ്കിൽ അതിനൊന്ന് കുഞ്ഞു സിനിമയല്ലേ, കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക്.